പന്നിയങ്കര കൊടൽനടക്കാവ് റോഡിന്റെ വീതി കൂട്ടുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി 18 മീറ്റർ വീതിയിൽ അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ചു. എന്നാൽ റോഡിന്റെ വീതി 12 മീറ്റർ ആണ് എന്ന ധാരണയിൽ നിരവധി വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ 18 മീറ്റർ വീതിയിൽ കല്ലിട്ടിരിക്കുന്നത്. നിലവിലുള്ള റോഡിൽ 12 മീറ്റർ വീതി കണക്കാക്കിയാണ് പലർക്കും ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് കെട്ടിട നിർമ്മാണ അനുമതികൾ നൽകിയത്. പ്രദേശത്തുകാർ പ്രതിഷേധം ശക്തമാക്കിയതോടെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് അധികൃതർ സമ്മതിച്ചിട്ടുണ്ട്. സ്ഥലവും വീടുകളും നഷ്ടമാകുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. ആവശ്യമെങ്കിൽ റോഡ് അലൈൻമെന്റിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുവാനും നടപടിയുണ്ടാകും. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പന്നിയങ്കര പന്തിരങ്കാവ് റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് 18 മീറ്റർ എന്നുള്ള രീതിയിലാണ് അതിന്റെ ഉത്തരവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശങ്കയിലാണ് എന്നുള്ളത് പഞ്ചായത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട MLA നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ട് മീറ്റിംഗ് ചേർന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യാതൊരു വിധത്തിലുള്ള വികസനത്തിനും ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ MLA എതിരല്ല, അത് തന്നെയാണ് ജനങ്ങളും അവരും എതിരല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ചർച്ചയുടെ ഭാഗമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവർക്ക് നിലവിൽ ഉണ്ടാവുന്ന നിരവധി നഷ്ടങ്ങളുണ്ട്. അത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഉണ്ടാവുന്നതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറവ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കും. ഈ ഒരു പ്രശ്നം ഒരു ഭീകര രീതിയിലേക്ക് പോവാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ട് ഇടപെടും. അത് മാത്രമല്ല, ഇത്തരത്തിൽ സ്ഥലം പോകുന്ന വ്യക്തികൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിരവധി ആളുകൾക്ക് വീടിന്റെ ഒരു പോർഷനും വീട് പൂർണ്ണമായിട്ടും ഒക്കെ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് നിലവിലുള്ള നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഏത് രീതിയിൽ പഞ്ചായത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലുള്ള സഹായങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു നൽകും. ഇത്തരത്തിൽ സ്ഥലം പോകുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ രീതിയിലുമുള്ള പിന്തുണ നൽകിക്കൊണ്ട് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഈ ഒരു നഷ്ടം സഹിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. യാതൊരുവിധ വിട്ടുവീഴ്ചയും അതിന്റെ പേരിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുകൂടിയുള്ള ഒരു ഉറപ്പ് ഈ ഒരു യോഗത്തിന്റെ ഭാഗമായിട്ട് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി എന്നുള്ളത് ഞങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് മുഖ്യമായിട്ടും MLA മുമ്പിലും പുതിയ ഉദ്യോഗസ്ഥന്മാർ മൂലം അവതരിപ്പിച്ച് ഇത് പൂളക്കര മുതൽ നടക്കാവ് വരെ വരുന്ന സമയത്ത് കുറേ വീടുകൾ, കുറേ വ്യാപാര സ്ഥാപനങ്ങൾ, പിന്നെ കുറേ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് മാന്യമായുള്ള കോമ്പൻസേഷൻ കിട്ടണം. റോഡിന് ആവശ്യമുള്ള ഏറ്റവും ലളിതമായ രീതിയിലുള്ള പരമാവധി വീതി കുറച്ച് റോഡ് വരാനുള്ള സംവിധാനം അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നും നഷ്ടപ്പെടുന്നവർക്ക് മാന്യമായുള്ള കോമ്പൻസേഷൻ കിട്ടണമെന്നാണ് നമ്മളിന്ന് ആവശ്യപ്പെട്ടത്. പിന്നെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, കട അവരുടെ അയക്കില്ല, അവരോട് ഷോ നടത്തുന്നതായിരിക്കും. അവർക്കും പുനരധിവാസത്തിനുള്ള പാക്കേജ് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതാണ് മെയിനായിട്ട് ഞങ്ങളിന്ന് യോഗത്തിൽ MLA ഉദ്യോഗസ്ഥന്മാർ മുമ്പ് അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് പ്ലാൻ അനുവദിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പറഞ്ഞത് ഈ റോഡ് വരുന്ന കുറ്റിയടിക്കുന്നവരെ ഞങ്ങളും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് പഞ്ചായത്ത് അധികാരി പറഞ്ഞത്. പക്ഷേ പ്ലാൻ പാസ്സാക്കി വീട് 3 മീറ്റർ വിട്ടിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി പ്ലാൻ കൊടുത്ത ആളുകളെ ദുരിതാവസ്ഥയും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് പ്രസിഡന്റ് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണം പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് തന്നെ ഈ റോഡ് നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇത് 18 മീറ്റർ റോഡാണ് എന്ന് ആദ്യമേ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ റോഡ് 12 മീറ്ററാണ് വരിക എന്നതാണ് പഞ്ചായത്ത് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 6 മാസം മുന്നേ പോലും ഇവിടെ വീടുകൾക്ക് പ്ലാൻ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് 18 മീറ്ററാണ് എന്ന കാര്യം ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികളും MLAയും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല? കാരണം ഈ പദ്ധതി 4 വർഷമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ഇവിടുത്തെ MLA ഇടതുപക്ഷത്തിനെയാണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ അവരറിഞ്ഞിട്ടില്ലേ? അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം 6 മാസം മുന്നേ പോലും പ്ലാൻ അനുവദിക്കുകയും ആ റോഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മാണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വീട് നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വീടാണ് അവരിപ്പം പൊളിച്ചു കളയേണ്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പഞ്ചായത്ത് അധികാരികളും MLAയും എന്തു വന്നാലും ഉത്തരം പറഞ്ഞേ പറ്റൂ.
അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇന്ന് MLA-യോ അത് പഞ്ചായത്ത് അധികാരികളോ ഒന്നും സംസാരിക്കുന്നില്ല. അവരെല്ലാവരും കൈമലർത്തുകയാണ്. ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത് എന്നാണ് അവരെല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇത്തരം ഭൂമാഫികളെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഈ റോഡ്, അതിൽ ഈ സ്ഥലം നഷ്ടപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള, കാരണം ഞങ്ങൾ റോഡ് വികസനത്തിന് എതിരല്ല, റോഡ് എത്ര മീറ്റർ അധികമായാലും അത് നല്ലതാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ റോഡിന് സ്ഥലം നഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കച്ചവട സ്ഥാപനങ്ങൾക്കും അവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. വീട് നഷ്ടപ്പെടുന്ന ആളുകൾക്കും കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകൾക്കും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. അതിനൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള അധികാരികളെ കാണുകയും അതിനുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ ഈ പന്തീരങ്കാവ് ഈ പരിസര പ്രദേശങ്ങളിലും സംഘടിപ്പിക്കുകയും ചെയ്യും. 12 മീറ്റർ ഉണ്ടായിരുന്നത് അർബൻ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് 6 മീറ്റർ വിട്ടുകൊണ്ട് കെട്ടിട നിർമ്മാണം അനുവദിച്ചത്. പക്ഷെ ഇതിപ്പോൾ നഗര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതുകൊണ്ട് തന്നെ 18 മീറ്റർ എന്നുള്ള നിലയിലേക്ക് റോഡ് മാറുകയും അതനുസരിച്ച് ജനങ്ങളിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് MLA-യും മന്ത്രിയുമായൊക്കെ ബന്ധപ്പെട്ടപ്പം പറഞ്ഞത് കൃത്യമായി അതിന് നഷ്ടപരിഹാര തുക നൽകുമെന്നും ഓരോ കെട്ടിടത്തിന് പൊളിച്ചു മാറ്റുന്നതിന് വരെ കൃത്യമായി സംഖ്യ നൽകിക്കൊണ്ട് ആളുകളുടെ ആശങ്ക ദൂരീകരിക്കുകയും കൃത്യമായി അതിന് ആളുകൾക്ക് പറയാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടങ്ങുന്ന ആളുകൾ സ്ഥലം സന്ദർശിക്കുകയും അതിനുള്ള തക്കതായ പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ളത് MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ അവരുടെ നിലപാടും അതോടൊപ്പം തന്നെ MLA ഓരോ ആളുകൾക്കും കിട്ടുന്ന സംഖ്യ കൃത്യമായി ഒരാൾക്ക് എന്നതിനുപരി എത്ര സംഖ്യ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് രേഖാമൂലം തന്നെ യോഗത്തിൽ അവതരിപ്പിച്ചു.